ഹലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സെഷനായിരുന്നു. ആ സെഷൻ ഇവിടെ വൈൻഡപ്പായി. അപ്പോൾ ഈ സെഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് സെഷനിലെ ടീച്ചർ കോമ്പിറ്റൻസീസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. നാളെ മുതൽ നമ്മൾ ആ ഒരു കോമ്പിറ്റൻസിയും കൂടെ ആർജിച്ചിട്ട് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ് നമ്മൾ മാനേജ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ടെക്നോളജി ബേസ്ഡ് ടീച്ചിങ് ആണ് ശരിക്കും കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആവാന്ന്. ആക്ച്വലി സാർ ഇപ്പോൾ കുറച്ച് ടൈം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം ശരിക്കും ലെസ് ഇൻട്രസ്റ്റിംഗ് ടൈമാണ് ഇപ്പോൾ. കാരണം ഒരു നല്ലൊരു സെക്ഷൻ കഴിഞ്ഞു, കുറേ ടൈം ആയി. ഇപ്പൊ നമ്മളെല്ലാം വീട്ടിൽ പോകണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സാറിന്റെ ഒരു കഴിവ് തന്നെയാണ്. അത് നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കുക. ഇതുപോലെ നമ്മുടെ കുട്ടികളും ഫസ്റ്റ് അവർ സെക്കൻഡ് അവരൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആവും. തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര കുട്ടികളുടെ ഏറ്റവും വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ബെസ്റ്റ് ടീച്ചർ ആവാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിട്ട് സാറിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദിയും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ 2 സെക്ഷൻസ് നല്ല ഇതായിരുന്നു. പക്ഷെ നമുക്ക് സമയം കിട്ടാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സാറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് മേറ്റ്സ് ആയിരുന്നു. രാവിലെ ഒരുമിച്ച് പള്ളിയിൽ പോയതൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ചില ആളുകൾ കാണുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും. പക്ഷെ ഇത്രയും ഒരു സ്കിൽഡ് പേഴ്സൺ ആണെന്നുള്ള പ്രസന്റേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. സാറ് നേരത്തെ സിനിമ സാറ് പറഞ്ഞ പോലെ നമുക്ക് ടൈം കിട്ടിയില്ല എന്ന് മാത്രമേ ഒരു നെഗറ്റീവ് തോന്നുള്ളൂ. സാറിന്റെ എന്താണ് AI ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ PPT വന്നപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിലെല്ലാം. ഇപ്പൊ നമ്മുടെ ഇതും കൂടെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശരിക്കും ഒരു 1 ഡേ സെഷനെങ്കിലും സാറിന്റെ കിട്ടണം. അപ്പോഴേ നമുക്ക് ശരിക്കും അത് യൂസ്ഫുൾ ആവുകയുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളുമായിട്ട് ഒരു ബാക്ക്വേർഡ് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റി സിലബസിന്റെ കണ്ടന്റ് മാത്രം ഡെലിവർ ചെയ്തിട്ട് ആകെ ചടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ മനസ്സിൽ സാർ പറഞ്ഞ പോയിട്ടൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. താങ്ക് യു സാർ. താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ ഇൻഫർമേഷൻ. AI ടൂൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് AI ടൂൾ അറിയില്ല. ChatGPT യൂസ് ചെയ്യും. ഈ കഹൂട്ടിനെ പറ്റി മെന്റിമീറ്ററിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടൈം ലൈനൊക്കെ മെന്റിമീറ്ററിൽ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പിന്നെ നമുക്ക് വേണമെന്ന് നമുക്കൊരു മോട്ടിവേഷൻ പറഞ്ഞ് നമ്മൾ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യാണ് സാധാരണ ചെയ്യേണ്ടത്. സർ ഇത് സ്പൂൺ ഫീഡിങ് പോലെ നമുക്ക് വേണ്ട കണ്ടന്റ് മാത്രം എടുത്ത് പറഞ്ഞിടാൻ ചെയ്തത്. അതിന് വെരി വെരി താങ്ക് യു സർ. വൺസ് അഗൈൻ താങ്ക് യു. ഹലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സെഷനായിരുന്നു. ആ സെഷൻ ഇവിടെ വൈൻഡപ്പായി.